ഹലോ മച്ചന്മാരെ, കോട്ടൽ മച്ചന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ പ്രോപ്പറായിട്ടൊരു വീഡിയോ ഇടാൻ പോണത്. എല്ലാവരും കുറേ പേര് എനിക്ക് മെസ്സേജ് ഇട്ടു, താങ്ക് യു സോ മച്ച്. എവിടെയാണ് ബ്രോ, എന്തൊക്കെയാണ്, മെസ്സേജസ് ഒന്നും ഇല്ല, വീഡിയോസ് ഒന്നും ഇല്ലല്ലോ, കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് ഇട്ടിരുന്നു. താങ്ക് യു ഫോർ സപ്പോർട്ട്. എന്നെ ഇപ്പോഴും ഓർക്കുന്നുണ്ടെന്നതിൽ വളരെയേറെ സന്തോഷം. അപ്പോൾ നമ്മൾ വന്നേക്കണത് ആപ്സ് ഉണ്ടാക്കാനാണ്. നമ്മൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ആപ്സിൻ്റെ എങ്ങനെ ഉണ്ടാക്കാം, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള വീഡിയോ ആണ് വരാൻ പോണത്. ആപ്സിൻ്റെ നാട്ടിൽ കുറേ ആൾക്കാർ ട്രൈ ചെയ്ത സാധനമാണ്. നമ്മുടെ പ്രേമം സിനിമ ഇറങ്ങിയപ്പോൾ ആ ഒരു ട്രെൻഡിൽ വന്ന സാധനമാണ് ഇത്ര പെർസെൻറ്റ് ആൽക്കഹോൾ കൂടിയത്. നമ്മുടെ മലയാളികൾക്ക് പിന്നെ ആൽക്കഹോൾ കൂടിയ സാധനം അടിക്കാൻ വളരെയേറെ താല്പര്യമാണല്ലോ, പെട്ടെന്ന് എങ്ങനെയെങ്കിലും കിക്കാവണമല്ലോ. അപ്പോൾ പ്രോപ്പർ വേ എങ്ങനെയാണ് കഴിക്കുന്നത്, അതിൻ്റെ കുറച്ച് ഒരു ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഒരു മിൽക്കി കളർ ആവണത് വാട്ടർ ഒഴിക്കുമ്പോൾ. പിന്നെന്താണ്, സ്പൂണ് ഇതിൻ്റെ ഒപ്പം തന്നെ സ്പൂണ് കിട്ടുന്നുണ്ട് ഈ ആപ്സിൻ്റെ. ഇത് ലാഫി ആപ്സിൻ്റെ ആണ്, ഫ്രഞ്ച് ആപ്സിൻ്റെ ആണ്. വേറെ കുറച്ച് രാജ്യങ്ങളും ആപ്സ് ഉണ്ടാക്കേണ്ടതിന് പ്രോപ്പറായിട്ടുള്ള റൂളൊന്നുമില്ല, അങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ലോ ഒന്നുമില്ല. പക്ഷേ ഇത്ര ആൽക്കഹോൾ പെർസെൻറ്റേജ് കൂടാൻ പാടില്ല എന്നൊക്കെയുണ്ട്. പിന്നെ ഇതിൻ്റെ കെമിക്കൽ കോമ്പൗണ്ടൊക്കെ ഉണ്ട്, കൂടാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്കയിലൊക്കെ 20 വർഷം ബാനായിരുന്നു. ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ആപ്സിൻ്റെ. റീൽസ് കിടക്കുന്നുണ്ട്, പോയി കണ്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മുടെ നാട്ടിലെ കിട്ടുന്ന ആപ്സിൽ നിന്ന് ഇങ്ങനെ സ്പൂൺ കിട്ടണമെന്ന് എനിക്ക് അറിയില്ല. നാട്ടിലല്ല, ഇപ്പോൾ ഈ ഡ്യൂട്ടി ഫ്രീ എന്നൊക്കെ ദുബായിൽ നിന്നൊക്കെ മേടിക്കുന്നതൊക്കെ ഉണ്ട്. ഇതാണ് സ്പൂൺ. ഓക്കെ, സോ ഓക്കെ. അപ്പോൾ നമ്മൾ ഗ്ലാസ് എടുക്കുക. ഗ്ലാസ് എവിടെ, താഴത്തൊക്കെ നിറച്ച് സാധനങ്ങളാണ്, വയറ് സാധനങ്ങൾ. ഇങ്ങനത്തെ ഗ്ലാസ് എടുക്കുക. എങ്ങനത്തെ ഗ്ലാസ് ആയാലും വേണ്ടത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം എന്നുള്ളൂ. ഓക്കെ, ഞാനൊരു വൈൻ ഗ്ലാസ് എടുക്കുന്നുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു എൻ്റെ ജിഗർ എവിടെ, നമുക്കൊരു 30 ml ആപ്സിൻ്റെ ഇതിലോട്ട് ഓൾറെഡി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, 30 ml ഒക്കെ മതി, ധാരാളം. അറിയാലോ ആൽക്കഹോൾ പെർസെൻറ്റേജ് കൂടുതലാണ്. ഓക്കെ, അതിവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഇതിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കുട്ട ഇത് കണ്ട ഷുഗറിൻ്റെ ഒരു ക്യൂബ്. ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് ബൊഹീമിയൻ സ്റ്റൈലാണ്. ബൊഹീമിയൻ സ്റ്റൈലുണ്ട്, മോഡേൺ ബൊഹീമിയൻ സ്റ്റൈൽ, ചെക്ക് സ്റ്റൈൽ എന്നാണ് ഇതിനെ പറയണത്. പിന്നെ ഫ്രഞ്ച് സ്റ്റൈലുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് കത്തിച്ചിട്ടുള്ള പരിപാടിയാണ്. കത്തിക്കണ പരിപാടിയാണ് എപ്പോഴും ഇഷ്ടമുള്ള എല്ലാവർക്കും, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. ഇപ്പോൾ നമ്മളൊന്ന് സോക്ക് ചെയ്തെടുക്കട്ടെ, ഇത് ഇതിലോട്ടിട്ടിട്ട്. ഓക്കെ, നല്ലപോലെ സോക്ക് ചെയ്തെടുക്കുക. നല്ലപോലെ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിലോട്ട് നമ്മളിത് സ്പൂൺ വെച്ചു. ഇത് നമ്മുടെ ഇത് വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇവനെ കത്തിക്കും. ചേടേ, ആ അടിപൊളി. ഇങ്ങനെ കത്തി കെടുത്തി ഇത് മെൽറ്റ് ആവണം. അപ്പം ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം കാണാൻ പറ്റുമായിരിക്കും. വേർ ഇസ് മൈ കത്തിക്കടല്ലേ, കത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ട, കത്തുന്നുണ്ട്. ഇത് കത്തി 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 കെട്ടട്ടാ. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി കത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ. ഇല്ലല്ല, കത്തുണ്ട് 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 കത്തൂന്നേ, പ്ലീസ്. ഓക്കെ, ഇത്രയും കത്തിയാൽ മതി. ഇനി കത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതൊന്ന് അടുക്ക് വെച്ച് കൊടുക്കട്ടെ. ഇത് ഇരിക്കണ രീതി കുറച്ച് കത്തുന്നുണ്ടോ? കത്തുണ്ട് കത്തുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും, തണുത്ത വെള്ളം. ഇത് ഞാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് എടുത്താണ്, ഇങ്ങനെ ഒഴിക്കാൻ വേണ്ടി, ഡ്രോപ്പായിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ഒഴിക്കാം. ഓക്കെ, എന്നിട്ട് നമ്മളിത് എൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ കണ്ടല്ല, മെൽറ്റ് ആവണം വേണ്ട. മെൽറ്റായി. നമുക്കൊരു 30 ml ആപ്സിന് നമുക്കൊരു 90 ml 90 ml അല്ലെങ്കിൽ ഒരു 120 ml വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ,
ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്പൂൺ എടുത്ത് ഇതിൻ്റെ അകത്ത് വന്നിട്ടിട്ട് സ്റ്റിർ ചെയ്യുക. നമ്മൾ നേരത്തെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടേ ഓണാക്കാൻ മറന്നു പോയി. അയ്യോ, ഇത് കണ്ട, ഇത് നോക്കി, ഇപ്പം കണ്ട, ഇപ്പം കറക്റ്റ് കളർ കണ്ടല്ല, മിൽക്കി കളറായിട്ടുണ്ട്. മിൽക്കി കളർ. ഈ മിൽക്കി കളർ ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഫ്ലേവർ വന്നത് അനിസീഡാണ്. അനിസീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ സോമ്പ് എന്നൊക്കെ പറയില്ലേ, സോമ്പ് ഈ പണ്ട് ഹോട്ടലിലൊക്കെ പോകുന്ന നേരത്ത് ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് സോമ്പും പിന്നെ അതിൻ്റെ അകത്ത് ഒരു വെള്ള സാധനമില്ല, അത് ഇട്ടിട്ട് നമുക്ക് തരും ഇങ്ങനെ അതിൽ ഭയങ്കര ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അത് പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവറാണ്. പക്ഷെ പെരിഞ്ജീരകവും ഈ അനീസും അത് പെരിഞ്ജീരകവും ഫെനലും അനിസീഡ് വേറെയാണ്, രണ്ടാണ്. പക്ഷെ രണ്ടിനും ഫ്ലേവർ സെയിം ആണ്. പക്ഷെ അനിസീഡിൻ്റെ ഫ്ലേവറാണ് കുറച്ചും കൂടി സ്ട്രോങ്ങർ. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ വൈറ്റ് കളർ ആവാൻ കാരണം ഈ അനിസീഡ് ഫെനല് ഇതിലൊക്കെ ഉള്ള സ്റ്റാർ അനീസിലൊക്കെ ഉള്ള ഒരു ഓയിലുണ്ട്. ഈ ഓയില് നമ്മുടെ ആൽക്കഹോളിൽ ഡിസോൾവ് ആവും, പക്ഷേ വാട്ടറിൽ ഡിസോൾവ് ആവില്ല. അപ്പോൾ നമ്മൾ വാട്ടറിൽ ഒഴിക്കുമ്പോൾ സെപ്പറേറ്റ് ആകുമ്പോഴാണ് ഈ മിൽക്കി കളറാണ്. ഈ മിൽക്കി കളർ തന്നെയാണ് പറയുന്നത് ലൂഷ് എന്ന് പറയും, ലൂഷ് എഫക്റ്റ് എന്ന് പറയും. ഈ ഊസു, ഈ ഗ്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഊസു, പിന്നെ പെർനോഡ്, റിക്കാർഡ്, സംബൂക്ക, ഇതിലൊക്കെ ഈ ഓയിൽ ഉണ്ടാവും. ഈ അനീസിൻ്റെ ഓയിൽ ഉണ്ടാവും. അനീസ് അല്ലെങ്കിൽ സ്റ്റാർ അനീസ് അല്ലെങ്കിൽ ഫെനലിൻ്റെ ഈ ഓയിൽ ഉണ്ടാവും. അപ്പോൾ ഈ ഓയിലുള്ള ഏത് ലിക്വിഡ്സും വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ ലൂഷ് എഫക്റ്റ് ഉണ്ടാവും. അതാണ് ഈ മിൽക്കി കളർ ആവുന്നത്. ഓക്കെ, ഇതാണ് സാധനം. ഇപ്പം ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ് നമ്മുടെ മോഡേൺ ബൊഹീമിയൻ സ്റ്റൈൽ അല്ലെങ്കിൽ ചെക്ക് സ്റ്റൈൽ എന്ന് പറയുന്നത്. നോർമൽ ഫ്രഞ്ച് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ നേരെ ഈ സാധനം വെക്കുന്നു, നമ്മുടെ സ്പൂൺ വെക്കുന്നു, സ്പൂണിലോട്ട് ക്യൂബ് വെക്കുന്നു, നേരെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, ഡ്രോപ്പായിട്ട് ഒഴിച്ചു കൊടുക്കുന്നു. അതാണ് ഫ്രഞ്ച് സ്റ്റൈൽ എന്ന് പറയുന്നത്. പിന്നെ ചിലൊക്കെ വലിയ പഴയ ട്രഡീഷണൽ ഫ്രഞ്ച് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഫ്രാൻസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ആപ്സിൻ്റെ ഫൗണ്ടെയിൻ ഉണ്ട്, വാട്ടർ ഫൗണ്ടെയിൻ. അത് നമുക്ക് ആ ഫൗണ്ടെയിൻ കൊണ്ടു തരും. ഈ ആമസോണിലൊക്കെ നോക്കി കാണാൻ പറ്റും. ഫൗണ്ടെയിൻ കൊണ്ടു തരും. എന്നിട്ട് ഇങ്ങനെ പൈപ്പ് തുറക്കാം, അതിൽ നിന്ന് വെള്ളം ഡ്രോപ്പായിട്ട് വീണിട്ട് അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഈ സാധനം കഴിക്കുന്നത്. ഇത് ഞാൻ കുടിക്കാറില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ 20s കുടിച്ചുകൊണ്ടിരുന്ന് 20s ഞാൻ 1-2 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ എനിക്ക് അങ്ങനെ ഓക്കെ, നമ്മുടെ ആ ഒരു ഏജിൽ എങ്ങനെയെങ്കിലും കിക്കാവണം എന്നാണല്ലോ. ഇപ്പം നമുക്ക് കള്ളുകൂടി ഒരു സോഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആയിട്ടാണല്ലോ നമ്മൾ യൂസ് ചെയ്യണത്. എന്നാലും ഇച്ചിരി കിക്കൊക്കെ ആവണം കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഇത് അധികം ഞാൻ ട്രൈ ചെയ്യാറില്ല. പക്ഷേ നമ്മൾ ഒന്ന് ചെറുതായിട്ട് ട്രൈ ചെയ്ത് നോക്കും. അതെ, ഈ ഫ്ലേവർ ഉണ്ടല്ലേ, ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഇത് ലിറ്ററലി നമ്മുടെ തക്കോലില്ല, സ്റ്റാർ അനീസിൻ്റെ ഫ്ലേവർ, പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ, അത് നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് സ്മെല് ചെയ്യാൻ പറ്റും, നമുക്ക് കിട്ടും ക്ലിയർ ആയിട്ട്. പിന്നെ ഇതിൻ്റെ പാലറ്റും അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ചീസ് അതാ പെരിഞ്ജീരകം അനീസ്, ഇതാണ് ആ പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവറാണ് പക്ക. നിങ്ങൾക്ക് കുടിക്കാം, ഈ സംഭവം കുടിച്ചെന്നറിയാം. പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവറാണ് പക്ക. സിപ്പായിട്ടൊക്കെ കുടിക്കാം. ഈ സാധനം ദൈവത്തോർത്ത് ഷോട്ടൊന്നും അടിക്കരുത്, നീ കത്തിച്ചിട്ടുന്നു, വൻ ഡേഞ്ചറാണ്. മുഖത്തൊക്കെ വീണ് കഴിഞ്ഞാൽ താടി കത്തിപ്പോവും. പകുതി താടി കത്തിപ്പോയിട്ടാണ് ഇത്രയെന്ന് തോന്നുന്നില്ല. അപ്പം താടി കത്തിപ്പോവും, സീനാണ്, ഡേഞ്ചറാണ്. മുഖത്തൊക്കെ വീണ് ഈ ചില ആൾക്കാർ ഇത് കത്തിച്ചിട്ട് ഒറ്റ ഷോട്ട് അടിക്കും, മുഖത്ത് വീഴും, മുഖത്ത് മൊത്തം ബോം, തീർന്ന പരിപാടി. അപ്പം ഡ്രിങ്ക് റെസ്പോൺസിബിളി. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരാം. വേറൊരു കാര്യം, നമ്മുടെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. ഓക്കെ, ഷെയർ, സപ്പോർട്ട്, ഫോളോ എല്ലാം കമൻറ്റൊക്കെ ചെയ്യും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, കുറേ നാൾക്ക് ശേഷം വന്നാണ് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. ഓക്കെ, ഫോളോ ചെയ്യുക എല്ലാവരും, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. നമ്മുടെ ഫോളോവേഴ്സിനൊക്കെ വി നീഡ് ടു ബ്രിങ് ബാക്ക് അവർ ഫോളോവേഴ്സ്. ഓക്കെ, അപ്പോൾ ചീസ്.